അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, എൻ്റെ വിഷയം ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ മാതൃകായോഗ്യമായ വിദ്യാർത്ഥി ജീവിതത്തെക്കുറിച്ചാണ്. ഹിജ്റ 150 ഫലസ്തീനിൽ ജനിച്ച ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു 2 വയസ്സ് പ്രായമായപ്പോഴേക്കും ഉമ്മയോടുകൂടെ മക്കയിലേക്ക് പോയി. അവിടുന്നായിരുന്നു ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ എഴുത്തും വായനയും തുടങ്ങുന്നത്. 7 വയസ്സായപ്പോഴേക്കും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഖുർആൻ മുഴുവൻ ഹൃദ്യസ്ഥമാക്കി. 11 വയസ്സായപ്പോഴേക്കും അന്നത്തെ ഹദീസ് ഗ്രന്ഥമായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഗ്രന്ഥമായ മുവത്ത എന്ന കിതാബ് മുഴുവൻ മനഃപ്പാടമാക്കി. തൻ്റെ ഉസ്താദ് കൂടിയായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് കൂടെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ അനുഭവങ്ങൾ ചരിത്ര താളുകളിൽ മാറാതെ കിടക്കുന്നുണ്ട്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ മുൻപിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു കിതാബിലെ പേജ് മറിക്കുന്നത് വളരെ സൂക്ഷ്മതയോടു കൂടെയായിരുന്നു. എഴുതിയെടുക്കാൻ പേനയും കടലാസുമില്ലാത്ത ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പരീക്ഷിക്കുകയും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ബുദ്ധിശക്തി കണ്ട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അമ്പരക്കുകയും ചെയ്ത കഥ ചരിത്രങ്ങളിൽ കാണാം. ഹദീസ് വിജ്ഞാനത്തിൽ ഇമാമിൻ്റെ പ്രധാന ഗുരു ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആണ്. വിജ്ഞാന സമ്പാദനത്തിനു വേണ്ടി പല രാജ്യങ്ങളിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു സഞ്ചരിച്ചതായി കാണാം. മദീന, യമൻ, ബഗ്ദാദ്, ഇറാഖ്, ഈജിപ്ത് തുടങ്ങിയ എല്ലാ രാജ്യങ്ങളിലും ഇമാം സഞ്ചരിച്ചതായി കാണാം. ഭൂമുഖം മുഴുവൻ വിജ്ഞാനം നിറക്കുന്നു എന്ന ഖുറൈശി പണ്ഡിതൻ എന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനത്തെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എന്ന വിദ്യാർത്ഥിയുടെ 5 പ്രവർത്തനങ്ങൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1. പൂർണ്ണബുദ്ധി. 2. നേടണമെന്ന അതിയായ ആഗ്രഹം. 3. കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാനുള്ള കഴിവ്. 4. ഉസ്താദുമാരോട് കൂടെയുള്ള സഹവാസം. 5. കൂടുതൽ കാലം വിജ്ഞാനത്തിലായി ചിലവഴിച്ചു. അറബി ഭാഷയും സാഹിത്യത്തിനും പഠിക്കാൻ വേണ്ടി അന്നത്തെ മക്കയിലെ പ്രധാന സാഹിത്യഗോത്രമായ ഹുദൈൽ ഗോത്രത്തോടൊപ്പം നീണ്ട 18 വർഷക്കാലം ഇമാം ജീവിച്ചു. അറബി ഭാഷക്കും സാഹിത്യത്തിനും ഇസ്ലാമിക വിജ്ഞാനങ്ങളിൽ എത്രത്തോളം പങ്കുണ്ട് എന്നത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ പരിശ്രമത്തിൽ നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കും. വിദ്യാർത്ഥി കാലത്ത് തന്നെ കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ ഇമാമിന് ഫത്വ നൽകാൻ ഉസ്താദുമാർ സമ്മതം കൊടുത്തിട്ടുണ്ട്. ഒരു വിദ്യാർത്ഥി തൻ്റെ വിദ്യാർത്ഥികാലം എങ്ങനെയാണ് ചിലവഴിക്കേണ്ടത് എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തൻ്റെ ജീവിതത്തിൽ നമുക്ക് ഉടനീളം പറഞ്ഞു തരുന്നുണ്ട്. ഇത്രയും പറഞ്ഞ് എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.